നിങ്ങൾക്ക് പറയാനുള്ളൂ, താനൂര് എന്ന് പറഞ്ഞൊരു മണ്ഡലം ഉണ്ടെങ്കിൽ അവിടെ ഒരു MLA ഉണ്ടെങ്കിൽ ആ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കാരം. അത് മനസ്സിലാക്കിക്കോളി. നിങ്ങൾ എന്ത് നാടകം കളിച്ചിട്ടും കാര്യമില്ല. അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഒരു മുഖാണ്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ മുഖാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. ആ അബ്ദുറഹ്മാൻ രണ്ടത്താണി അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവിടെ ചെല്ലണം. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഈ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാതിരുന്ന അറിയില്ല. അവിടെ ചെല്ലുക, അവിടുത്തെ ജനങ്ങളെ കാണുക, അപ്പൊ മനസ്സിലാവും. പരാജയ ഭീതി പൂണ്ടിട്ട് നിങ്ങൾ കരുതി കൂട്ടിണ്ടാക്കിയ ആക്രമണമായിരുന്നു അവിടെ നടന്നത്. എന്താ അതൊന്നും പുറത്തു വല്ലാതെ വരാതിരുന്നത്? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ വലത്തെ കയ്യില് അപകടം പറ്റുന്ന ഇടത്തെ കയ്യില് ബാൻഡേജ്, പിന്നെ വലത്തെ കയ്യില് ബാൻഡേജ്, മാത്രമല്ല അടിയിട്ട് ഇപ്പൊ വണ്ടിനുള്ളിൽ ബാൻഡേജ് റെഡിയാക്കി വെച്ചിക്കുക. ഇതൊക്കെ എന്ത് വിരോധാഭാസ സഖാക്കളെ, എന്ത് വിരോധാഭാസ അതൊക്കെ? ഇതൊന്നല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തില് ജനാധിപത്യപരമായി ജനങ്ങളെ നേരിടണം, ജനങ്ങളെടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ജനങ്ങളുടെ പിന്തുണ വാങ്ങണം. അതാണ് ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത്. അവിടെ അക്രമിച്ചുവിടലല്ല, എന്നിട്ട് മുസ്ലിം ലീഗിന്റെ ഓഫീസുകൾ അടിച്ചു തകർക്കലൊന്നും അല്ല രാഷ്ട്രീയം. അത് കണ്ണൂർ രാഷ്ട്രീയമാണ്. അതൊന്നും കേരളത്തിൽ വിലപ്പോക, മലപ്പുറം ജില്ലയിൽ വിലപ്പോവില്ല. അത് മനസ്സിലാക്കി നിങ്ങൾ. കണ്ണൂര് വിലപ്പോവും. അതൊക്കെ എന്ത് കൊന്നവനെ കൊല്ലുക, പാർട്ടി മാറിയ കൊല്ലുക, അതൊക്കെ നടക്കും. ആ TP ചന്ദ്രശേഖരൻ CPM വളർന്ന് മനുഷ്യനാ. SFIയിലൂടെ വളർന്ന് DYFIയിലൂടെ വന്ന് CPM വന്ന് പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് വേറെ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി ഉണ്ടാക്കിയ TP ചന്ദ്രശേഖരൻ 51 വെട്ടി കൊന്നുവര്. എന്നാ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച് താനൂരിലേക്ക് പോയ KT ജലീൽ ഇന്നും മലപ്പുറം ജില്ലയിൽ നന്നായി നടക്കുകയാണ് സുഹൃത്തുക്കളെ. അത് മനസ്സിലാക്കി. അതാണ് ലീഗും CPM തമ്മിലുള്ള വ്യത്യാസം. KT ജലീലിനെ ഞങ്ങളാരും കൊന്നിട്ടില്ല, വെട്ടിക്കൊന്നിട്ടില്ല. KT ജലീൽ ഇന്നും അന്തസ്സായിട്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ കൂടെ. എന്നാ TP ചന്ദ്രശേഖരനോ ആരെ കൊന്നത്? ഞങ്ങളല്ലല്ലോ. അതുകൊണ്ട് മുസ്ലിം ലീഗ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മര്യാദ രാഷ്ട്രീയം ഒന്നും പഠിപ്പിക്കണ്ട. മുസ്ലിം ലീഗിന് ഒരു MLA, താനൂരിൽ ഒരു MLA ഉണ്ടെങ്കിൽ, ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന അർദ്ധനക്ഷത്ര